നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് രാജീവിനെതിരെ ഇഡിയുടെ വെളിപ്പെടുത്തൽ. ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇഡി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ കരുവന്നൂർ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് മൊഴി നൽകിയത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മൊഴി. CPM നേതാക്കളായ AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർക്കെതിരെയും പരാമർശങ്ങളുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പങ്കുള്ളയാൾ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ ഹൈക്കോടതി ഇഡിയോട് വിശദീകരണം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പി രാജീവ് അടക്കമുള്ളവർക്കെതിരെ ഇഡി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി. CPMന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ളവരിൽ നിന്നാണ് സമ്മർദ്ദമുണ്ടായത്. ഈ കൂട്ടത്തിലാണ് പി രാജീവിന്റെ പേരുള്ളത്. പി രാജീവ്, AC മൊയ്തീൻ അടക്കമുള്ളവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി നിയമവിരുദ്ധ വായ്പകൾ അനുവദിച്ചുവെന്നും ഇഡി പറയുന്നു. കരുവന്നൂർ ബാങ്കിൽ CPMനായി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു അക്കൗണ്ടുകളെന്നും ഇഡി നൽകിയ സത്യവാങ്മൂലത്തിലുണ്ട്. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, ബിൽഡിംഗ് ഫണ്ട് എന്നീ പേരിലായിരുന്നു പണം സൂക്ഷിച്ചത്. ഇതിന് മാത്രമായി പ്രത്യേക മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരുന്നു. കോടികൾ രഹസ്യ അക്കൗണ്ടിലൂടെ CPM നിക്ഷേപിച്ചുവെന്നും ഇഡി വ്യക്തമാക്കുന്നു. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇഡി മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. CPM ഭരിച്ചിരുന്ന ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച് വെട്ടിലായവർ സാധാരണക്കാർ മുതൽ ധനികർ വരെ ഉണ്ടായിരുന്നു. വാരിക്കോരി ലോൺ നൽകുകയും പണം വകമാറ്റുകയും ചെയ്യുന്നത് പതിവാക്കിയതോടെയാണ് വൻ സാമ്പത്തിക തട്ടിപ്പിന്റെ കേന്ദ്രമായി ഈ ബാങ്ക് മാറിയത്. കരുവന്നൂരിൽ നടന്നത് 90 കോടിയുടെ കള്ളപ്പണ ഇടപാടാണെന്നാണ് ഇഡി പറയുന്നത്. 12,000 പേജുള്ള കുറ്റപത്രത്തിൽ 50 വ്യക്തികളും 5 സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. നവംബർ ആദ്യമാണ് കേസിലെ ആദ്യഘട്ട കുറ്റപത്രം ഇഡി സമർപ്പിച്ചത്. AK ബിജോയാണ് കേസിലെ ഒന്നാം പ്രതി. 5 കമ്പനികളെക്കുറിച്ചാണ് കുറ്റപത്രത്തിൽ പ്രധാനമായും ഇഡി പറയുന്നത്. ഒന്നാം പ്രതി ബിജോയുടെ ഉടമസ്ഥതയിലുള്ള 3 കമ്പനികളും മറ്റൊരു പ്രതിയായ PP കിരണിന്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളുമാണ് കുറ്റപത്രത്തിൽ പറയുന്ന 5 കമ്പനികൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇഡി അന്വേഷണം ആരംഭിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ വ്യക്തികളുടെ ബാങ്ക് നിക്ഷേപങ്ങളും മറ്റു സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു. അന്വേഷണത്തിൽ ഇതുവരെ 87.75 കോടിയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു. മതിയായ ഈടില്ലാതെയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വലിയ തുകകൾ വായ്പ അനുവദിച്ചത്. ബാങ്ക് സാമ്പത്തികമായി തകർന്നതോടെ നിക്ഷേപം നടത്തിയ നിരവധി പേർ പ്രതിസന്ധിയിലായി. പലരുടെയും വീടുകൾ ലോൺ എടുക്കാതെ ബാങ്കിൽ ഈടുവച്ചതിൽ ജപ്തി നോട്ടീസ് നൽകിയിരുന്നു. കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത്. 11,000-ഓളം പേരുടെ 312.71 കോടിയുടെ നിക്ഷേപമാണ് ബാങ്ക് വിഴുങ്ങിയത്. തട്ടിപ്പ് സംബന്ധിച്ച് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു. തട്ടിപ്പ് കണ്ടെത്തുന്നതിലെ വീഴ്ചയുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത 16 സഹകരണ ഉദ്യോഗസ്ഥർ ഇതിനിടയിൽ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ബഹുഭൂരിപക്ഷവും പെൻഷൻ പണം നിക്ഷേപിച്ചവരാണ്. പലർക്കും ചികിത്സയ്ക്ക് പോലും വഴിയില്ല. കൺസോർഷ്യം ഉൾപ്പെടെയുള്ള സർക്കാർ വാഗ്ദാനങ്ങളിലായിരുന്നു ഇവരുടെ എല്ലാം പ്രതീക്ഷ. പക്ഷേ അതെല്ലാം പാഴായി.